നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ടോക്ക് ഷോ. അമേരിക്കയിൽ പുതിയ നാടകം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇലോൺ മസ്കിന്റെയും ട്രംപിന്റെയും ആയിരുന്നു. ഈ ആഴ്ച സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ വേഴ്സസ് ഡൊണാൾഡ് ട്രംപ് നാടകം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെറും ഫോണും ഡേറ്റയും മാത്രം മതി. ട്രംപിന്റെ സംസാരം ഒരു ഏകാധിപതിയെ പോലെയാണ്, ധിക്കാരിയെ പോലെയാണ്. അതായത് ഞാൻ മാത്രമാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രതിവിധി, എനിക്ക് ശേഷം എല്ലാം പ്രളയം. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടതാണ്. ഞാൻ തീർത്തു എന്ന് പറയുന്നത് അദ്ദേഹം. എന്താണ് തീർത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. സെയിം, അതായത് ഈ ട്രംപിനെ പറ്റി കഴിഞ്ഞ 3 മാസമായി നമുക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഈ ധിക്കാരപരമായിട്ടുള്ള സംസാരം. അതായത് എനിക്ക് മാത്രമേ എന്തിനും ഒരു പരിധിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്തും പറയാം, ഞാൻ മാത്രമേ സൊല്യൂഷൻ. ഇപ്രാവശ്യം അത് എത്തിയിരിക്കുന്നത് ഫെഡറൽ സംവിധാനങ്ങളും സ്റ്റേറ്റ് സംവിധാനം പോലെയാണ്. അതായത് ഇവിടെ അമേരിക്കയിലെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ കാലിഫോർണിയ സ്റ്റേറ്റുമായുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന കാലിഫോർണിയ എന്നാണ്. ഇതുവരെ ഇവിടുത്തെ ഈ പറയുന്ന എല്ലയിൽ നടക്കുന്ന ഈ പറഞ്ഞ പ്രകടനങ്ങളും കാറ് കത്തിക്കലും ഒക്കെ എല്ലാ ഇന്ത്യക്കാരും മലയാളീസും അറിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ സമയം വരെ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ ഞങ്ങൾ ഇന്നും പോയി വന്നതാണ്, ഞങ്ങളുടെ ജോലിക്കായി പോയി വന്നു. അവിടെ തടസ്സങ്ങളോ ഒരു തരത്തിലുള്ള പ്രകടനങ്ങളോ ഇല്ല. പക്ഷേ നാളെ ഈ പറഞ്ഞ ട്രംപിന്റെ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അദ്ദേഹം സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ, അതായത് കാലിഫോർണിയ ഗവർണർ ന്യൂസത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാലിഫോർണിയ മുഴുവൻ കത്തുമോ? എന്നോട് ഇരിക്കുന്ന വിക്ടർ ഇവിടുത്തെ പൂർവ്വ പോലീസ് ഓഫീസറാണ്, LAPD. വിക്ടർ ഭായി, നാളെ ഈ പറഞ്ഞ ട്രംപിന്റെ ഈ പ്രസ്താവന സീരിയസ് ആണെങ്കിൽ നാളെ LA കത്തുമോ? ഒരു കാര്യം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, അച്ചടക്കമില്ലാതെ ഒരു ജനസമൂഹത്തെയോ ഒരു രാജ്യത്തെയോ വളർത്തിയെടുക്കാൻ സാധിക്കില്ല. അച്ചടക്കം, നമ്മൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ വടികൊണ്ട് അടിച്ചു വളർത്തുന്നു, ഡിസിപ്ലിൻ. അത് കാലിഫോർണിയയിൽ വളരെയധികം വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. അത് ഭയം അതിന്റെ ഒരു ഘടകമാണ്. അതിനു വേണ്ടിയിട്ടാണ് 700 മെറീൻസിനെ ഇറക്കിയിരുന്നത്. മെറീൻസ് ഒരു സന്ദേശമാണ്, ഇറ്റ്സ് എ മെസ്സേജ്. അതൊരു സന്ദേശമാണ്. സന്ദേശം എന്ന് പറഞ്ഞത് മോട്ട കണ്ടാൽ ഇടപെടും, അടിച്ചിട്ടിട്ട് നേരിടും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 3-4 മാസം മുമ്പ് ട്രംപ് ബഹുഭൂരിപക്ഷത്തിലാണ് ജയിച്ച് അവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം മസ്കായിട്ട് അടിപിടി അതൊക്കെ നടക്കുന്നുണ്ട്, അദ്ദേഹം താരിഫ് യുദ്ധം നടക്കുന്നു, അതൊക്കെ നടക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെയല്ല, പറഞ്ഞാല് ചെയ്തിരിക്കും. അതായത് അനധികൃത കുടിയേറ്റക്കാര് ഏകദേശം ഒരു 11 മില്യൺ 12 മില്യൺ അവരെ കയറ്റി വിട്ടിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഇതാണ്. അതായത് ഇടം വലം നോക്കണ്ട, കാരണം അദ്ദേഹത്തിന്റെ ഭരണം ഇതാണ്. താങ്കൾ, എനിക്കറിയാം, താങ്കൾ ഒരു ഇടത് ചിന്താഗതിയില്ല, ഡെമോക്രാറ്റിക് ചിന്താഗതിയാണ്. ഒരു പക്ഷേ, അതായത് ഞാൻ ഇവിടുത്തെ ലോസ് ഏഞ്ചൽസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അമേരിക്കയിലെ പട്ടാളത്തിൽ US ആർമി സോൾജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഗുണോ ഒന്നും വേണ്ട. ഞാൻ പറയണത് MS-13 താങ്കൾ കേട്ടിട്ടുണ്ടോ? കേട്ടു. ഇപ്പോഴാ താങ്കൾ MS-13 കേട്ടിട്ടുണ്ട്. MS-13 ലോകത്തിലെ ഏറ്റവും വലിയ ഇതാണ്, ഗ്യാങ് ആണ്. ലോ എൻഫോഴ്സ്മെന്റ് ആരെയും ഇതില്ല, ഞങ്ങള് ഗാങ്സ്റ്റേഴ്സ് ആണെന്നും പറഞ്ഞ് നടക്കുന്നവര്. എന്റെ ചോദ്യം വിക്ടർ ഭായ് വളരെ സിമ്പിൾ ആണ്. ഞാൻ ചോദിച്ചത് ഈ പറയുന്ന ട്രംപിന്റെ ഞാൻ 2-3 ചോദ്യം ചോദിക്കാനുണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞ പ്രസ്താവന ബന്ധപ്പെട്ട്. എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു, ട്രംപ് പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. ട്രംപ് കയറിയപ്പോൾ ആദ്യം ഉക്രൈൻ വാർ എത്ര ദിവസം അവസാനിപ്പിക്കുന്ന പറഞ്ഞേ? ഞാൻ പറയട്ടെ, അദ്ദേഹം മുൻകൈ എടുത്തു. സൗദി അറേബ്യയില് വിറ്റ്കോഫ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, സൗദിയുടെ മധ്യസ്ഥതയില് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഡീലായിരുന്നു. മാർക്കോ റൂബിയോ പോയി, വിറ്റ്കോഫ് പോയി, അവിടെ ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് വന്ന് തട്ടിക്കേറി. അതിനുള്ള പ്രവർത്തനം ചിലപ്പോൾ എല്ലാം സക്സസ്ഫുൾ ആയി. അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറിൽ തീർക്കുന്നു പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിനുള്ള മാർക്കോ റൂബിയോനെയും വിറ്റ്കോഫിനെ അവിടെ വിട്ടു. അത് കഴിഞ്ഞ് വിറ്റ്കോഫ് 3-4 ദിവസം പൂട്ടിനായിട്ട് സംസാരിച്ചേ. പൂട്ടിന്റെ ആഗ്രഹങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റി വെക്കാന്ന് പറയില്ലേ, ഗോൾ പോസ്റ്റ് മാറ്റി വെക്കണം. പൂട്ടിന് ഇവിടുന്ന് എടുത്ത് പോസ്റ്റ് ഇവിടെ ഗോൾ അടിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ട്രംപ് പറയേണ്ടിരുന്നത് റഷ്യ ഉക്രൈൻ വാർ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും എന്നാ പറയേണ്ടിരുന്നത്, അല്ലാതെ ഞാൻ 24 മണിക്കൂർ തീർക്കുമെന്നല്ല പറയാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ പൊള്ളവാദങ്ങൾക്ക് മുകളിലായിട്ട് അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന കാലിഫോർണിയ ഗവർണർ അറസ്റ്റ് ചെയ്യാനുള്ള ധാർമ്മികത അല്ല പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം? ഞാനൊരു കാര്യം ഇതിനോട് താരതമ്യപ്പെടുത്തട്ടെ.
നമ്മള് ഗവിൻ ന്യൂസം കാലിഫോർണിയ ഗവർണർ, കാരൻ ബാസ്, ഞാൻ LAPD-യിലായിരുന്നു, എന്റെ ബോസ് ആയിരുന്നു കാരൻ ബാസ്, മേയർ ഓഫ് ലോസ് ഏഞ്ചലസ്. അതിനു മുമ്പ് എറിക് ഗാർസിറ്റി ആയിരുന്നു. ഇവർ രണ്ടാളുടെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാരൻ ബാസും എറിക് ഇവരും ഞാൻ നേരെ നിങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് കേരളത്തിലേക്കാണ്. ഇന്ന് പിണറായി വിജയനും മോഡിയും തമ്മിലുള്ള ബന്ധമാണ് ഗവിൻ ന്യൂസവും ട്രംപും തമ്മിലുള്ളത്. ഇവിടെ ഡെമോക്രാറ്റും അവിടെ റിപ്പബ്ലിക്കനായിരിക്കും. പക്ക അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഗവിൻ ന്യൂസും ട്രംപും തമ്മിലുള്ളത്. അറസ്റ്റ് ചെയ്യാതിരിക്കാം, അതൊക്കെ ഷോ ആണ്. രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൊലിക്കട്ടി 10 ഇഞ്ചാ. അവന്റെ തൊലിക്കെട്ടി 10 ഇഞ്ചാ, 10 കൂടുതലുണ്ടാവും. അവൻ പറയും ഞാൻ ട്രംപിനെ തടയും, ഇമ്പിനെ തടയും. പിന്നീക്കൂടെ രാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഗവിൻ ന്യൂസം പറയും ട്രംപ് എന്ത് വേണമെങ്കിലും ചെയ്തുതരാന്ന് ഗവിൻ ന്യൂസം പറയണ്ടാവും. കാലിഫോർണിയ മുഖ്യമന്ത്രിയാണ് ഗവിൻ ന്യൂസം. ഈ ലോസ് ഏഞ്ചൽസിന്റെ താങ്കൾ പറയുന്നത് ഇതൊക്കെ വെറും ഒരു തട്ടിപ്പ്, നല്ല പൊറാട്ട് നാടകം മാത്രമാണ്. പൊറാട്ട് നാടകമാണ്. ഗവിൻ ന്യൂസിന്റെ അത്ര വെള്ളക്കാരൻ ലോകത്തിലില്ല. അവന്റെ അത്ര വെള്ളക്കാരൻ ഗവിൻ ന്യൂസം തനി ഉഡായിപ്പിന്റെ അപ്പന്റെ അപ്പനാണ് ഈ ഗവിൻ ന്യൂസ്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആദ്യ 2 ദിവസങ്ങൾ, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇതൊരു കുടിയേറ്റ യുദ്ധമായിരുന്നു, അതല്ലേ? അനധികൃതമായിട്ട് വന്നവർക്കെതിരെയുള്ള യുദ്ധമായിട്ടായിരുന്നു മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ ഇന്നും കൊണ്ടും ഇതൊരു സംസ്ഥാനം കേന്ദ്ര സർക്കാർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയി മാറിയിരിക്കുകയാണ്. ശരിയല്ലേ? ട്രംപ് ജോർജ് ഫ്ലോയിഡിനെ വരിയെന്ന് എടുത്തു കളഞ്ഞപ്പോ ഈ അധികാരത്തിൽ ഇരുന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇലക്ഷനെ നേരിടാൻ പോകുന്നത് കൊണ്ട് വലിയ ഇതൊന്നും കളിച്ചില്ല. ഞാൻ പറയുന്നത് ഇവിടെ വരിന്ന് എടുത്ത് കളയും, വരിന്ന് എടുത്ത് കളയും. ഒരു കുറച്ചെണ്ണത്തിനെ ഭയം ഉണ്ടാക്കും. ഈ കാലിഫോർണിയ ഈ ഐസ്, ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി, CBP, കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോള്, ഐസ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ്, ഈ ഫെഡറൽ ഏജൻസീസ് ടോം ഹോമന്റെ ഇത് നേതൃത്വത്തിലാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അവര് വരിന്ന് എടുത്ത് കളയ ആൾക്കാരെ. സന്ദേശമാണ്. ഒരു ചോദ്യം, താങ്കൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നത്? അമേരിക്കല്ലേ? ഇത് ഇറാനോ അല്ലെങ്കിൽ ഇറാഖോ സൗദി അറേബ്യ അല്ലേ? ഇത് ബനാന റിപ്പബ്ലിക് അല്ലേ? ഞാൻ പറയട്ടെ, ഇവിടെ ഫെഡറൽ സംവിധാനം ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. പറയട്ടെ. ഈ പറയുന്ന ട്രംപ് കഴിഞ്ഞ 3 മാസം പ്രഖ്യാപിച്ച് എന്തെങ്കിലും നടപ്പിലായിട്ടുണ്ടോ? ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായ ജഡ്ജിമാരുണ്ട്. സുപ്രീം ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ പലരും പറയുന്നില്ലേ, ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഈ ട്രംപിന് അനുകൂലമായി ജനുവരി 6-ാം തീയതി അനുകൂലമായി ജയിൽ വിളിച്ചാൽ ഇന്ന് എത്ര പേര് മരിച്ചു? എത്ര പേര് ആളുകൾ മരിക്കാൻ പാടില്ല. എത്ര പേർക്ക് പരിക്ക് പറ്റി മരിച്ചിട്ടുണ്ടല്ലേ? പറ, എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? ഇന്ന് മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലോ. എത്ര ട്രംപിന് അനുകൂലമായിട്ട് ഈ പറയുന്ന മറ്റേ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള സ്റ്റേറ്റ് ക്യാപിറ്റലിലേക്ക് പോയപ്പോ എത്ര പേര് മരിച്ചു? ജനുവരി 6-ാം തീയതി ഉത്തരം. ഞാൻ വ്യക്തിപരമായിട്ട് കോൺഗ്രസിലെ റൈറ്റ്സ്, ജനുവരി 6-ാം തീയതി നടന്ന കോൺഗ്രസിലെ റൈറ്റ്സിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം അന്ന് അവിടെ അവർ പോകായിരുന്നു. കാരണം വ്യക്തമായിട്ട് ജോ ബൈഡൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ഒക്കെ പിൻവാങ്ങിയത്. അത് വെള്ളക്കാരന്റെ അഹങ്കാരം ഞാൻ അതോടൊപ്പം ചേർത്ത് പോയി. താങ്കളെ യൂണിഫോം ഇട്ട, താങ്കളെ പോലെ യൂണിഫോം ഇട്ട എത്ര പോലീസുകാരൊന്നും മരിച്ചു? ഉത്തരം പറയും. 2-3 പോലീസുകാർ മരിച്ചിട്ടുണ്ട്. 5-6 ആൾക്കാർ മൊത്തത്തിൽ മരിച്ചിരിക്കുന്നു. മരിച്ചിട്ടില്ലേ? അന്ന് താങ്കളെ കൊണ്ടുപോകുന്നു ഈ പറഞ്ഞ പട്ടാള നിയമം കൊണ്ടുപോകുന്നോ ഇല്ലയോ? പറ, ഉത്തരം പറ. കൊണ്ടുവന്നു, ട്രംപ് കൊണ്ടുവന്നു. അന്ന് ട്രംപിന് പറയായിരുന്നല്ലോ പോലീസുകാർ ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് വിഡ്രോ ചെയ്ത അവിടെ മാർഷൽ. അവിടെയാണ് ജനാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും വ്യത്യാസം. ട്രംപിന് പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഉള്ളിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, അതിന്റെ ഉള്ളിൽ നിന്ന് വേണം ട്രംപ് പ്രവർത്തിക്കാൻ. തിരിഞ്ഞു നോക്കി കഴിഞ്ഞാലല്ലോ പിടിച്ചു വരിന്ന് കളയും. ലോകത്തിന്റെ അധികാരിയായിരിക്കും. അതാണ് ജനാധിപത്യം. ഇത് കാട്ടറബികളുടെ ഭരണമല്ല. ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ല, അതായത് ഇപ്പൊ ഇവിടെ ഈ കാലിഫോർണിയ ലോലത്തെന്നൊക്കെ പറഞ്ഞില്ലേ, ഒന്നും സംഭവിക്കാൻ, ഞാൻ പറയട്ടെ, ഒന്നും സംഭവിക്കാൻ ഡിപ്പോർട്ട് ചെയ്യും. ഒരു ഡിപ്പോർട്ടേഷൻ നടക്കില്ല. ഡിപ്പോർട്ടേഷൻ നടക്കില്ല. ഇന്ത്യയിലേക്ക് വില വെച്ച് കൊണ്ടുപോയി അവിടെ ഇന്ത്യക്കാർ പറയുന്നുണ്ട്. ബൈഡന്റെ കാലഘട്ടത്തിൽ ഇതിനുള്ള ആൾക്കാർ കൊണ്ടുവിട്ടിട്ടുണ്ട്. അല്ല, ഇന്ത്യയിലേക്ക് ഞാനതിനെ എല്ലാവരും ഇവിടെ വരാനുള്ള, ഞാൻ ഇന്നും പറയുന്നു, ഞാനൊരു റിപ്പബ്ലിക്കനായിട്ടും താങ്കളൊരു ഡെമോക്രാറ്റ് ആയിട്ടും സംസാരിച്ചോ, എല്ലാവർക്കും ഈ രാജ്യത്ത് വരാനുള്ള അവകാശമുണ്ട്. പക്ഷെ ക്രൈം, MS-13, ക്രിമിനൽ, ഗാങ്സ്റ്റേഴ്സ്,
അവരെ പിടിച്ചു പുറത്താക്കണം. അപ്പൊ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ട്രംപിന്റെ നടപടികളെ പറ്റി ഞങ്ങൾ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയല്ല. നിയമം തെറ്റിക്കുന്നു. ഇപ്പൊ ഒരുപാട് ഇന്ത്യക്കാര് ഷിക്കാഗോ അല്ലെങ്കിൽ ഫ്ലോറിഡയിലൊക്കെ ഒരുപാട് ഗ്യാസ് സ്റ്റേഷൻസിൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ജീവിക്കാനുള്ള അവകാശം അവർ ജോലിക്ക് അവരൊന്നും ഈ പറയുന്ന പിടിക്കുന്നതായിട്ടൊക്കെ പിരിച്ചുവിടുന്നില്ല. ഇപ്പൊ ടാർഗറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ദേശവിരുദ്ധ ശക്തികളെയാണ്. ഈ പറയുന്ന കാലിഫോർണിയയിൽ നടക്കുന്ന ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾക്ക് പുറകില് ദേശവിരുദ്ധ. അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പറയാം, ഞാൻ ഒരു ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറയാം, ഞാൻ ഇന്ന ഗാങ്ങിന്റെ ആളാണ്, നീ ആരാടാ, തിരിഞ്ഞിക്കടാന്ന് പറഞ്ഞു. കുടിച്ചിരുത്തായിരുന്നില്ല. അല്ല, തിരിഞ്ഞു നിൽക്കടാന്ന് പറഞ്ഞു. എന്റെ കൂടെ വേറെ തോക്കും പിടിച്ച് വേറെ ഒരു 5-10 ആൾക്കാരുണ്ട്. തിരിഞ്ഞിക്കടാന്ന് പറഞ്ഞു വിലങ്ങ് പിടിച്ച് അവനെ നിലത്തിട്ടു. ഞാൻ വിലങ്ങ് വെച്ചു. അവന്റെ മേത്ത് മുഴുവനും ടാറ്റുവാണ്. അവൻ പറഞ്ഞു ഞാൻ ഇന്ന ഗാങ്ങിന്റെ ആളാണ്. ലോസ് ഏഞ്ചൽസിലെ അഹങ്കാരാണ്. അല്ല, അവൻ ഒരാൾ ഇടിച്ചതിന്റെ പേരിലാണ് ഞാൻ അവനെ പിടിക്കാൻ പോയത്. ക്ലീനപ്പ് ആവശ്യമുണ്ടോ? ക്ലീനപ്പ് വ്യക്തമായിട്ട് ലോസ് ഏഞ്ചൽസിൽ ആവശ്യമുണ്ട്. അപ്പൊ താങ്കൾ അനുകൂലിക്കുന്ന അടിച്ചൊതുക്കണം. മെറീൻസ് 700 മെറീൻസ് ക്യാമ്പ് പെൻഡൽറ്റീന്ന്, അമേരിക്കയിലെ ഏറ്റവും വലിയതാണ് ക്യാമ്പ് പെൻഡൽറ്റൻ, നമ്മള് ഈ സദേൺ കാലിഫോർണിയ സാന്റിയാഗോയ്ക്ക് അടുത്ത്. മെറീൻസിന് 700 ഇറങ്ങുന്നതിന് ഒരു 5-10 എണ്ണത്തിന് പരിന്ന് കളയുമേ. ഞാൻ ഇതിനെ നീ ഡെമോക്രാറ്റ് എന്ന് പറയാം. ഈ ഒബാമ വന്നിട്ട് LGBTQ ആണോ അല്ല പെണ്ണല്ലാത്ത ഒരു 10-100 വിഭാഗങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് അത് മുഴുവൻ ഈ കാലിഫോർണിയയിലാണ് നശിപ്പിക്കണത്. നീ പറഞ്ഞത് ശരിയാണ്. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് കാലിഫോർണിയ ഒരു രാജ്യമായിട്ട് നിന്ന് കഴിഞ്ഞാല്. പക്ഷേ ഇവിടെയുള്ള നടമാടുന്ന